എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ഒരു ചാപ്റ്ററിലെ വിലയിരുത്താം സെക്ഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമുള്ളൂ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എവിടെയായാലും മനസ്സിലാകാതെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ ചലിക്കുന്നു. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിന്റെ ത്വരണം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ത്വരണം കണക്കാക്കുക. മലയാളം മീഡിയത്തിലെ കുട്ടികളെ മലയാളം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷ് വേർഡുകളും പഠിച്ചിരിക്കണം കേട്ടോ, മനസ്സിലാക്കിയിരിക്കണം. കാരണം ഹയർ ക്ലാസ്സുകളിലേക്ക് പ്രത്യേകിച്ച് +1 വരുമ്പോൾ ഈ 9th പോർഷൻസ് തന്നെയാണുള്ളത്. അപ്പം ടേമുകളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് ടേമും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ, ഒരു കാറ് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ് സമത്വരണത്തോടെ, അതായത് ഒരുപോലെയുള്ള ത്വരണം, അതായത് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും കേട്ടോ ഇംഗ്ലീഷിൽ. യൂണിഫോം ആക്സിലറേഷനോടുകൂടി അല്ലെങ്കിൽ സമത്വരണത്തോടുകൂടി ചലിക്കുന്നു. അങ്ങനെ ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് ചലനം ഇങ്ങനെ തുടരുവാണ്. 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ എത്തി എങ്കിൽ കാറിന്റെ ത്വരണം കണക്കാക്കുക. ത്വരണം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് കേട്ടോ. ത്വരണം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതണം. നിശ്ചലാവസ്ഥയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്തെഴുതാം? യു എഴുതാം ഇല്ല. അതായത് ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയും കേട്ടോ. ആദ്യ പ്രവേഗം യു എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0. സമത്വരണത്തോടെ ചലിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് സമയം തന്നിട്ടുണ്ട് അല്ലെ. സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ദൂരം തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസിനെ നമ്മൾ ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് റെപ്രസെന്റ് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 200 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണക്കാക്കണം? കാറിന്റെ ത്വരണമാണ് കണക്കാക്കുന്നത്. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതാണ്? എ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ത്വരണം നമ്മൾ എഴുതുക, ഇങ്ങനെ എഴുതുക കേട്ടോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുക. ഇനി നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതുപോലെ തന്നെ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത്ര 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? സമയമുണ്ട് അല്ലേ, സമയമുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ആദ്യ ഇക്വേഷൻ പറ്റുമോ? ആദ്യ ഇക്വേഷനകത്ത് അന്തിപ്രവേഗം ഉണ്ട് അല്ലേ, വി തന്നിട്ടുണ്ട്. അപ്പൊ അത് പറ്റൂല. അപ്പൊ നമുക്ക് മൂന്നാമത്തേത് ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ത്വരണം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, 200 മീറ്റർ ആണ്, അത് കൊടുത്തു 200. യു എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യ പ്രവേഗം ഇവിടെ 0 അപ്പം 0 ഇൻറ്റു ടി എന്ന് പറഞ്ഞിരിക്കുന്നത് 20 ആണല്ലേ. 0 ഇൻറ്റു 20 എന്ന് വരും. ദെൻ പ്ലസ് 1/2 ഇൻറ്റു ആക്സിലേഷൻ നമുക്ക് അറിഞ്ഞുകൂടാ, ടി സ്ക്വയർ ആണ്. അതായത് 20 ഇൻറ്റു 20 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അത് എവിടെ നോക്കിയേ? 200 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. പ്ലസ് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 10 വരും ഇല്ല. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 10 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 200 എന്ന് വരും അല്ലേ. അതായത് 200 എ എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി എ അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എഴുതാം. 200 ഈസ് ഈക്വൽ ടു 200 എ എന്ന് വന്നു. അപ്പം ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അപ്പം ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ, എയിലേക്ക് മാറ്റാം. therefore എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 200 എ ഈസ് ഈക്വൽ ടു 200 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പം എ ഈസ് ഈക്വൽ ടു എന്ത് വരും? 200 ഡിവൈഡഡ് ബൈ 200 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ എത്ര ആൻസർ വരും? 1 എന്ന് വരും. അപ്പം ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം 1 ആണ്. യൂണിറ്റ് ഏതാണ്? ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ യൂണിറ്റ് ഇട്ട് വന്നാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ആൻസർ എഴുതുക. ത്വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങി തുടങ്ങുന്ന ഒരു വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് നീങ്ങി തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ ആദ്യ പ്രവേഗം എത്ര എഴുതാം? യു ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. പിന്നെ എന്താണ്? ഒരു വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ, ത്വരണം തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം തന്നിട്ടുണ്ട് കേട്ടോ. അത്രയാണ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തന്നിട്ടുണ്ട്.
എങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിന്റെ പ്രവേഗമാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി കേട്ടോ, പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് കേട്ടോ, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കണ്ടുപിടിക്കണം. സമയവും തന്നിട്ടുണ്ടല്ലോ, ടി ഇത്രയാണ് 10 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം വെലോസിറ്റി ആണ്, അത് 10 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള വസ്തുവിന്റെ വെലോസിറ്റി ആണ്, അതായത് അന്ത്യപ്രവേഗമാണ്, ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ, അതായത് ബി കേട്ടോ, ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ തന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, എ ഉണ്ട്, യു ഉണ്ട്, ടി ഉണ്ട്. അപ്പൊ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ അന്ത്യപ്രവേഗം കിട്ടും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ എത്രയാണ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമയം 10 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 20 എന്ന് വരും അല്ലെ, 20 മീറ്റർ പെർ സെക്കൻഡ് അന്ത്യപ്രവേഗമാണ് അല്ലെ, അന്ത്യപ്രവേഗമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി, ഫൈനൽ വെലോസിറ്റി കേട്ടോ. പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, നമുക്ക് 10 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള പ്രവേഗം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതായത് 10 സെക്കൻഡ് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വാഹനത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട 3 വ്യത്യസ്ത ഗ്രാഫുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഗ്രാഫുകൾ വിശകലനം ചെയ്ത് ചലനത്തിന്റെ പ്രത്യേകതകൾ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, വാഹനത്തിന്റെ ചലനവുമായിട്ടാണ്. ആദ്യത്തെ ഗ്രാഫ് നോക്കിയേ, ഇവിടെ നോക്കുക, എല്ലാം സമയത്തിന്റെയും പ്രവേഗത്തിന്റെയും ഗ്രാഫാണ് കേട്ടോ, സമയപ്രവേഗ ഗ്രാഫാണ്. ആദ്യമേ നോക്കിയ ഗ്രാഫിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇവിടുന്ന് അല്ലേ, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടുന്നാണ്, അതായത് നിശ്ചലാവസ്ഥയിൽ നിന്നാണ്, നിശ്ചലാവസ്ഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രവേഗം എങ്ങനെയാണ്? പ്രവേഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അതായത് സമയത്തിനനുസരിച്ചിട്ട് പ്രവേഗം എങ്ങനെയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്? ക്രമമായിട്ടല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്, ക്രമമായിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഒന്നാമത്തെ ഗ്രാഫിൽ എങ്ങനെയാണ്? ക്രമമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നേർരേഖയാണ് കേട്ടില്ലേ. അപ്പം ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ക്രമമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നേർരേഖയാണ്. അപ്പൊ ഇത് മുകളിലേക്കുള്ള നേർരേഖയാണ് അല്ലെ, മുകളിലേക്കുള്ള നേർരേഖയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്? മുകളിലേക്കുള്ള നേർരേഖ ക്രമമായിട്ടാണ്, അതായത് ഇവിടെ എന്താണ്? വസ്തു ഇങ്ങനെയായിരിക്കും? സമത്വരണത്തിലാന്ന് പറയാം കേട്ടോ, സമത്വരണത്തിലാന്ന് നമുക്ക് പറയാം. അതായത് യൂണിഫോം ആക്സിലറേഷൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാല് യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറയാം കേട്ടോ, അതായത് ക്രമമായിട്ടാണ് ഇവിടെ പ്രവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് വസ്തു എങ്ങനെയാണ്? സമത്വരണമാണ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കിയേ, എവിടെ നോക്കിയേ, അതെ സമയം ഇങ്ങോട്ടല്ലേ, സമയം പോകുന്നതനുസരിച്ച് പ്രവേഗത്തിന് എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് പോകുന്നില്ലേ, പ്രവേഗം ഇവിടെ എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്. ആദ്യത്തിൽ പ്രവേഗം നോക്കി സമയത്തനുസരിച്ച് പ്രവേഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ്? സമയം പോകുന്നതനുസരിച്ച് പ്രവേഗം എങ്ങനെയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പ്രവേഗം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. നേർരേഖയിലുമാണ് പ്രവേഗം കുറയുവാണ്, നേർരേഖയിലുമാണ്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവിടെ എങ്ങനെയാണ്? ആക്സിലറേഷൻ ഉണ്ട്, ത്വരണമുണ്ട്, പക്ഷെ ആക്സിലറേഷൻ എങ്ങനെയാണ്? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് അല്ലെ, നെഗറ്റീവ് ത്വരണമാണ്, നെഗറ്റീവ് ത്വരണം. നെഗറ്റീവ് ത്വരണത്തിന് നമ്മളൊരു പേര് പറയും, എന്താണ്? മന്ദീകരണം എന്ന് പറയില്ലേ, മന്ദീകരണം എന്ന് പറയാം. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? മന്ദീകരണത്തിലാന്ന് പറയാം. അപ്പൊ വസ്തുവിന് എങ്ങനെയാണ്? വസ്തു മന്ദീകരണത്തിലാന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ഗ്രാഫ് നോക്കിയാൽ നേർരേഖയാണ് ഇവിടെ അല്ല, ഒരു സിഗ്സാഗ് മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ആകുമ്പോൾ എന്ത് പറയാം? നോൺ യൂണിഫോം വെലോസിറ്റി, അതായത് അസമപ്രവേഗത്തിലാന്ന് പറയാം. അസമപ്രവേഗം, അതായത് പ്രവേഗം എങ്ങനെയാണ്? ഒരുപോലെയാണോ? അല്ല, പ്രവേഗം കൂടിയിരിക്കും, കുറഞ്ഞിരിക്കുന്നു, കൂടിയിരിക്കുന്നു, കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതായത് അസമപ്രവേഗത്തിലാന്ന് പറയാം കേട്ടോ, അസമ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, അസമപ്രവേഗത്തിലാണ്. അപ്പൊ എങ്ങനെയാണ്? ത്വരണം ഉണ്ടോ? അല്ല. ത്വരണം ഉണ്ടോ? അവിടെ ത്വരണം ഉണ്ട്, പക്ഷെ എങ്ങനെയാണ്? ത്വരണം എങ്ങനെയാണ്? ഒരുപോലെയാണോ? അല്ല. അപ്പൊ എന്ത് പറയാം? അത് ത്വരണത്തിലല്ല എന്ന് പറയാം, അല്ലെങ്കിൽ സമത്വരണമല്ല എന്ന് പറയാം അല്ലെ, സമത്വരണം അല്ല. മനസ്സിലായല്ലോ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. നേർരേഖയിലാണെന്നുണ്ടെങ്കിൽ പ്രവേഗം കൂടുന്നതനുസരിച്ച് ക്രമമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നേർരേഖയിലാണെന്നുണ്ടെങ്കിൽ സമത്വരണത്തിലാണ്. then ഇവിടെ എങ്ങനെയാണ്? പ്രവേഗം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെഗറ്റീവ് ത്വരണം ഉണ്ടാവുന്നത്, അതായത് മന്ദീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? അസമപ്രവേഗമാണ്, അതുകൊണ്ട് ഇവിടെ സമത്വരണം അല്ല. മനസ്സിലായല്ലോ? ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കൃത്യമായിട്ട് നോക്കി എഴുതിയെടുക്കുക. നാലാമത്തെ നോക്കാമേ. ഇവിടെ നോക്കിയ 2 കാറിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. കാർ എ, കാർ ബി ഇവയുടെ സഞ്ചാരത്തിന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർ എയും കാർ ബിയും സഞ്ചരിക്കുന്നത്, അതിന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഏത് കാറിനാണ് ത്വരണം കൂടുതൽ, എന്തുകൊണ്ട്? കേട്ടോ, ഏത് കാറിനാണ് ത്വരണം കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ കാർ എയുടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം കേട്ടോ. കാർ എയുടെ നമുക്ക് ത്വരണം കണ്ടുപിടിക്കണം. ഇപ്പൊ കാർ എയുടെ കേസ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. ആദ്യമേ ഇങ്ങനെ ആദ്യത്തെ പ്രവേഗം ഇല്ലേ, ആദ്യത്തെ പ്രവേഗം എന്താ, കാർ ഏത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, യു എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 0. പിന്നെ അവസാനം എത്തിയപ്പം പ്രവേഗം എത്രയാണ്, ഇതാ ഈ പോയിന്റ് ആണല്ലോ അവസാനം എത്തിയപ്പോൾ പ്രവേഗം എത്രയാണ്, അവിടെ 5 ഇല്ലേ. അതായത് അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 മീറ്റർ/സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. സമയം അതുപോലെ നമുക്ക് എഴുതാലോ. സമയം എങ്ങനെ എഴുതാം, സമയം എന്താ ഇവിടെ ആദ്യമേ എത്രയാണ്, 5 ആണ് ഇല്ലേ. T1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, 5 സെക്കൻഡ് ആണ്. അതിനുശേഷം അവസാനത്തെ സമയം എന്ന് പറയുന്നത് T2 എന്ന് കൊടുക്കാം അല്ലേ. T2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 7 ആണ് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലേ, 7 സെക്കൻഡ്. മനസ്സിലായല്ലോ. അപ്പം ത്വരണം കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, V = U + AT ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതിൽ നിന്ന് ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, അതായത് V - U = AT എന്ന് എഴുതാം. ഓർ A = ഇങ്ങനെ എഴുതാം, V - U /T എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ആക്സിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാലും മതി. നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പം അറിയാവുന്നതാണെങ്കിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പം കാർ എയുടെ ആണ് കേട്ടോ, കാർ എയുടെ ആക്സിലേഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കിയേ, അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 5 ആണ്, ആദ്യപ്രവേഗം 0 ആണ്. സമയം എന്ന് വെച്ചാൽ T എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, T2 - T1 കണ്ടുവച്ചാൽ മതി. അതായത് 7 - 5 കേട്ടോ, അതാണ് T എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 5 / 7 - 5 എന്ന് പറയുമ്പോൾ 2 വരും. മനസ്സിലായല്ലോ. അപ്പം കാർ എയുടെ ആക്സിലേഷൻ എത്ര വരും, 5/2 എന്ന് പറയുമ്പോൾ 2.5 അല്ല, 5/2 എന്ന് പറയുമ്പോൾ 2.5 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. ഇതാണ് കാർ എയുടെ ത്വരണമാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി ഇതുപോലെ തന്നെ കാർ ബിയുടെയും കണ്ടുപിടിക്കാമല്ലോ. കാർ ബിയുടെ ത്വരണത്തിന് നമുക്ക് AB എന്ന് കൊടുക്കാം അല്ലേ, AB എന്ന് കൊടുക്കാം. അതും സെയിം ഇക്വേഷൻ തന്നെ, V - U/T ആണ്. കാർ ബിയുടെ കേസിൽ V എത്രയാണ് വരുന്നത്, അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയാൽ സെയിം തന്നെയാണ്, അതായത് 5 മീറ്റർ/സെക്കൻഡ് തന്നെയാണ്. എന്താന്ന് നോക്കിയേ, ഇനീഷ്യൽ അല്ലെങ്കിൽ ആദ്യപ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് 0 തന്നെയാണ് അല്ലേ. സമയത്തിന് അവിടെ വ്യത്യാസമുണ്ട്. സമയം എന്താന്ന് നോക്കിയേ, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയം T1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 3 സെക്കൻഡ് ആണ്. T2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 7 സെക്കൻഡുമാണ് അല്ലേ. T2 എന്ന് പറയുന്നത് ഇവിടെ വന്നല്ലോ, T2 എന്ന് പറഞ്ഞിരിക്കുന്നത് 7 സെക്കൻഡുമാണ്. ആ സമയത്തിനാണ് അവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയേ, AB കേട്ടോ, ആക്സിലേഷൻ ഓഫ് B, ത്വരണം രണ്ടാമത്തേന്റെ ത്വരണമാണ്. B എന്ന് പറഞ്ഞിരിക്കുന്ന 5 -0 സമയം എന്ന് പറഞ്ഞാൽ 7 - 3 വരും. അപ്പൊ 5 / 7 - 3 എന്ന് പറയുമ്പോൾ 4 ആണ് വരുന്നത് അല്ലേ. അപ്പൊ എത്ര വരും, 5/4 ചെയ്യുക കേട്ടോ. അപ്പൊ കിട്ടുന്നത് നമുക്ക് 1.25 മീറ്റർ/സെക്കൻഡ് കിട്ടും ആയിരിക്കുമ്പോൾ. മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ, എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏതിനാണ് ത്വരണം കൂടുതൽ, ഏത് കാറിനാണ് ത്വരണം കൂടുതൽ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഏതിനാണ് ത്വരണം കൂടുതൽ, കാർ എയ്ക്ക് അല്ലേ. രണ്ടിന്റെയും വാല്യൂ കണ്ടല്ലേ, രണ്ടിന്റെയും വാല്യൂ കണ്ടു. അപ്പൊ ഏതിനാണ് ഇവിടെ ത്വരണം കൂടുതൽ, കാർ എയ്ക്കാണ് ത്വരണം കൂടുതൽ. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, കാർ എയ്ക്ക് എന്നാന്ന് പറയാം. കാർ എയ്ക്കാണ് ത്വരണം കൂടുതൽ. എന്തുകൊണ്ടെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ത്വരണം കൂടുതലാവാനുള്ള കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. കാർ എയുടെ എങ്ങനെയാണ്, സമയം വളരെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലെ, വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ ഒരു പ്രവേഗത്തിലേക്ക് കാർ എത്തിയത്. അപ്പൊ അങ്ങനെ പറയാം കേട്ടോ, കാർ എത്തിയത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ്, അതാണ് ഒരു റീസൺ. പിന്നെ നമുക്ക് പറയാം, ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഗ്രാഫ് നോക്കിയ കാർ എയുടെ ഗ്രാഫ് എങ്ങനെയാണ്, കുത്തനെയാണ്. അതായത് ചെരിവ് അവിടെ കുറവാണ്. അതേസമയം കാർ ബിക്ക് എങ്ങനെയാണ്, ചെരിവ് കൂടുതലാണ്. അപ്പൊ കുത്തനെയുള്ള അപ്പൊ ഗ്രാഫ് നമുക്ക് ഇതിങ്ങനെ കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെ കുത്തനെയുള്ള ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ത്വരണം കൂടുതലായിരിക്കും. ഇതിനിവിടെ ത്വരണം എങ്ങനെയാണ്, കൂടുതലായിരിക്കും കേട്ടോ. അതിന് കാരണം എന്താണ്, കാർ എയ്ക്ക് പ്രവേഗമാറ്റം എങ്ങനെ സംഭവിക്കുന്നുണ്ട്, പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. റീസൺ എന്താണ്, കാർ എയ്ക്ക് കേട്ടോ, കാർ എയ്ക്ക് പ്രവേഗമാറ്റം കേട്ടോ, പ്രവേഗമാറ്റം കാരണം ചോദിച്ചിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ, പ്രവേഗമാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നു. കാർ എയ്ക്ക് പ്രവേഗമാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നു, അതാണ് കാരണം. കാർ എയ്ക്ക് പ്രവേഗമാറ്റം പെട്ടെന്ന് സംഭവിക്കുന്നു കേട്ടോ, അതുകൊണ്ടാണ്
കാർ എയ്ക്ക് അവിടെ ത്വരണം കൂടുതലാവാൻ കാരണം കേട്ടോ. അപ്പൊ ഗ്രാഫിൽ നിന്ന് പറയുവാണ് എങ്ങനെ പറയാം, കുത്തനെയുള്ള അല്ലേ, ഗ്രാഫ് കുത്തനെ ആയാൽ അതൊരു ഒരു ടിപ്പ് പോലെ നമുക്ക് ഓർത്തിരിക്കാം കേട്ടോ. ഗ്രാഫ് കുത്തനെ ആയാൽ എന്തായിരിക്കും ത്വരണം, അതിനായിരിക്കും ത്വരണം കൂടുതൽ. മനസ്സിലാക്കട്ടോ, ഗ്രാഫ് കുത്തനെ ആയിരുന്നാൽ അതിനായിരിക്കും ത്വരണം കൂടുതൽ. അപ്പൊ കാർ എയുടെ ഗ്രാഫ് കുത്തനെയാണ്, അതുകൊണ്ട് തന്നെ കാർ എയ്ക്ക് ത്വരണം കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് തോത് മാറ്റി വെച്ച് ഗ്രാഫുകൾ താരതമ്യം ചെയ്യാൻ. നിങ്ങളത് തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ. തോത് മാറ്റി വരയ്ക്കാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയേ, സമയം 1, 2, 3 എടുത്തിരിക്കുന്നത്. സമയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2, 4, 6 അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 0.5, 1, 1.5 അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സമയം എടുക്കാം. അതുപോലെ തന്നെ പ്രവേഗം മാറ്റി എടുത്ത് നോക്കുക. അതായത് 2, 4, 6 എന്നോ അല്ലെങ്കിൽ 0.5, 1 ആ രീതിയിലൊക്കെ എടുത്ത് വരയ്ക്കുക കേട്ടോ. ആ രീതിയിൽ എടുത്ത് വരച്ചാലും കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് ഇത് തന്നെയായിരിക്കും. ഇച്ചിരി വലുതും ചെറുതുമായിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും വരുന്നത്. അതായത് ഇപ്പം വൈ ആക്സിൽ നമ്മൾ 0.5, 1 അങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു. വൈ ആക്സിലും എക്സ് ആക്സിലും ഇപ്പൊ 1, 2, 3 എന്നല്ല എടുത്തിരുന്നത്. അതിന് പകരം 0.5, 1, 1.5 ഇപ്പൊ ആ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിയ ഗ്രാഫ് കിട്ടും. പക്ഷെ ഈ ഷേപ്പിനും വ്യത്യാസമൊന്നും ഉണ്ടാവുകയല്ല കേട്ടോ. അത് തോത് മാറ്റി വരയ്ക്കുമ്പോൾ ഗ്രാഫിന്റെ ഷേപ്പിന് വ്യത്യാസമൊന്നും ഉണ്ടായാലും വലുതോ വാല്യൂ എടുക്കുന്നതനുസരിച്ച് വലുതോ ചെറുതോ എന്ന രീതിയിൽ വരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ഒരു കുട്ടി അല്ലെ, ഒരു കുട്ടി 440 മീറ്റർ ചുറ്റളവുള്ള വൃത്തപാതയിൽ കൂടി സമവേഗത്തിൽ ഓടുന്നു. ഒരു കുട്ടി ഇതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. എത്രയാണ്, 440 മീറ്റർ തന്നിട്ടുണ്ട്. വൃത്തപാതയുടെ ആരെന്ന് പറഞ്ഞിരിക്കുന്നത് 70 മീറ്റർ ആണ്. ഈ എയിൽ നിന്ന് കേട്ടോ, ആരെന്ന് പറഞ്ഞിരിക്കുന്നത് 70 മീറ്റർ, അതായത് ഇത്രോ എന്ന് പറഞ്ഞിരിക്കുന്നത് 70 മീറ്റർ ആണ്. അതായത് ഇത്രോ 70 മീറ്റർ ആണ്. എയിൽ നിന്ന് ബിയിലൂടെ തിരികെ എയിൽ ഓടി എത്താൻ എടുക്കുന്ന സമയം 80 സെക്കൻഡ് ആണ്. അതായത് എയിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് ബിയിലൂടെ തിരികെ എയിൽ ഓടി എത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 80 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടികയിൽ നൽകിയിരിക്കുന്ന ഓരോ സന്ദർഭത്തിലുള്ള ദൂരം, സ്ഥാനാന്തരം, വേഗം, പ്രവേഗം ഇവ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ചുറ്റളവ്, മൊത്തത്തിലുള്ള ചുറ്റളവാണ് തന്നിരിക്കുന്നത് 440 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഓരോ സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. ബിയിലെത്തുമ്പോൾ, അതായത് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ കുട്ടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ബിയിലെത്തി. ബിയിലെത്തിയപ്പോൾ ഉള്ള ദൂരം എത്രയായിരിക്കും? നമുക്കറിയാം ടോട്ടൽ ചുറ്റളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 440 ആണ് അല്ലേ? ടോട്ടൽ ചുറ്റളവ് 440 ആണ്. അപ്പൊ നോക്കിയ കുട്ടി ഇവിടം തൊട്ട് ഇവിടം വരെ എത്തി. ഇവിടം വരെ എത്തിയപ്പോ പകുതിയല്ലേ വരത്തുള്ളൂ. അപ്പൊ 440 പകുതി വരുമല്ലോ അല്ലേ? അപ്പൊ 440 പകുതി എന്ന് പറയുമ്പം എത്ര വരും? 220 വരും. അപ്പൊ കുട്ടി സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 220 ആണ്. മനസ്സിലായല്ലോ, 220 മീറ്റർ. ഇത് ദൂരം മീറ്ററിലാണ്, സ്ഥാനാന്തരം മീറ്ററിലാണ്. വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗവും എങ്ങനെയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായല്ലോ. അപ്പം ബിയിൽ എത്തുമ്പോൾ ഉള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ 220 പകുതി, 440 പകുതി. മനസ്സിലായല്ലോ. ഇനി സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നേർരേഖയിലുള്ള ചലനമല്ല. അതായത് ഇങ്ങനെ നേരെ വരുമ്പോൾ ഉള്ള ദൂരം ഇല്ലേ? നേരെ വരുമ്പോൾ ഉള്ള ദൂരം എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ആരം 70 തന്നിട്ടുണ്ട്. അപ്പം ആരത്തിന്റെ ഇരട്ടിയല്ല ഇതെന്ന് പറഞ്ഞാൽ ഇതെന്താണ്? വ്യാസമാണല്ലോ അല്ലേ? അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുമ്പോൾ വ്യാസമാണ് വരുന്നത്. അപ്പൊ ആരം 70 പോയിട്ടുണ്ട്. അപ്പൊ ആരത്തിന്റെ ഇരട്ടി, അതായത് 70 × 2. അപ്പൊ എത്ര വരും? 140 എന്ന് വരും. 70 × 2 അതായത് 140 സ്ഥാനാന്തരം. ഇനി സ്പീഡ് അല്ലെ, സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇതാ ഇവിടെ നോക്കിയ ഡിസ്റ്റൻസ് എത്രയാണ്? 220 ഇല്ലേ? 220 ആണ്. ഡിവൈഡ് ബൈ സമയം ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ? സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്രയാണ്? ഈ ടോട്ടൽ എയിൽ നിന്നും ഇവിടെ വരെ തിരിച്ച് എയിൽ വരാൻ എടുക്കുന്ന സമയമാണ് 80 സെക്കൻഡ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പം എയിൽ നിന്ന് ബിയിലെത്തുന്നത് മാത്രം. അപ്പൊ പകുതി കണ്ടാൽ മതിയല്ലോ. അപ്പൊ 80ന്റെ പകുതി എത്രയാണ്? 40. മനസ്സിലല്ലോ. അപ്പൊ 40. ഇതാ നോക്കിയേ, 2 0 ഇവിടെ ക്യാൻസൽ ആയിട്ട് പോയി. പിന്നെ 22 × 4 ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന 5.5 എന്ന് വരും കേട്ടോ. അപ്പൊ വേഗം എത്രയാണ് ഇവിടെ കിട്ടിയത്? 5.5 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ. ഇനി എന്താണ്? പ്രവേഗം എല്ലാം കണ്ടുപിടിക്കണ്ടേ? പ്രവേഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ സമയമാണ്. ഡിസ്പ്ലേസ്മെന്റ് അതായത് സ്ഥാനാന്തരം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ഹരണം സമയം എന്നാണ് വരുന്നത്. അപ്പം സ്ഥാനാന്തരം ഇവിടെ എത്രയാണ്? നേർരേഖയിലുള്ളതല്ലേ? അപ്പൊ സ്ഥാനാന്തരം നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു എത്രയാണ്? 140 കിട്ടിയായിരുന്നു അല്ലേ? അപ്പം 140 × സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? സെയിം സമയം തന്നെ. അപ്പൊ 40 ആണ്. മനസ്സിലായല്ലോ. 2 0 ക്യാൻസൽ ആയിട്ട് പോയി. 14/14 എന്ന് വരും. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 3.5 എന്ന് വരും കേട്ടോ. ഹരിക്കുമ്പം 3.5 എന്ന് വരും. പ്രവേഗം എത്രയാണ്?
3.5. മനസ്സിലായല്ലോ? ഇനി അടുത്ത് എയിലെത്തുമ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി തിരികെ എയിലെത്തണം, ഇങ്ങനെ കറങ്ങി എയിലെത്തണം. മനസ്സിലായല്ലോ? അപ്പൊ ആ കേസിലുള്ള ദൂരം അപ്പൊ ഫുള്ള് റൗണ്ട് ചെയ്തു ഇല്ല, അപ്പൊ ചുറ്റളവ് വരുമല്ലോ. അപ്പൊ ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 440. ഇനി സ്ഥാനാന്തരം എത്ര വരും? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിലെത്തുമ്പോൾ സ്ഥാനാന്തരം എത്രയാണ്? 0 അല്ലേ? സ്ഥാനാന്തരം ഇല്ല, 0. ഇനി വേഗം കണ്ടുപിടിക്കണം. എയിൽ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള വേഗം അല്ലേ? അപ്പൊ വേഗം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം ഡിവൈഡ് ബൈ സമയമാണ്. ദൂരം എത്രയാണ്? 440 അല്ലേ? ദെൻ സമയം, ടോട്ടൽ സമയം വരും, ആകെ സമയം വരും. ആകെ സമയം എന്ന് വെച്ചാൽ 80 പറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്ന് തുടങ്ങി തിരികെ എയിലെത്താൻ വേണ്ടി എടുക്കുന്ന സമയം 80. അപ്പൊ 440 ഹരണം 80 വരും. 0 0 പോകും, 44 ഹരണം 8 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5.5 എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ എത്രയാണ് വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത്? എത്രയാണ്? 5.5. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പ്രവേഗം കണ്ടുപിടിക്കണം അല്ലേ? പ്രവേഗം നമുക്കറിയാം, v = സ്ഥാനാന്തരം അല്ലേ? സ്ഥാനാന്തരം ഹരണം സമയം എന്നാണ്. സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരം 0 അല്ലേ? അപ്പൊ 0 അല്ലേ? ഇപ്പം പ്രവേഗം എത്രയാണ് വരുന്നത്? 0 വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക കേട്ടോ. സ്ഥാനാന്തരം എന്താന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക അതേ രീതിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിന്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h ആകുന്നു. ട്രെയിനിന്റെ ത്വരണവും ഈ സമയം കൊണ്ട് ട്രെയിൻ ഉണ്ടായ സ്ഥാനാന്തരവും കണ്ടുപിടിക്കുക. ത്വരണം എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ, അതുപോലെ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് വേർഡ് പഠിച്ചിരിക്കണം. സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്, ത്വരണം, ആക്സിലറേഷൻ. അപ്പൊ ഇത് രണ്ടെണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം കേട്ടോ. നിശ്ചലാവസ്ഥയിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം. u എന്ന് പറഞ്ഞിരിക്കുന്ന 0. ട്രെയിനിന്റെ പ്രവേഗം അല്ലെ? പ്രവേഗം എത്രയാണ്? അതുപോലെ സമയം തന്നിട്ടുണ്ട് അല്ലേ? ട്രെയിനിന്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സമയം തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 5 മിനിറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചെയ്യണം, ഈ മിനിറ്റിനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. 5 മിനിറ്റ് ഇല്ല, നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റ് എടുക്കുന്നത് സെക്കൻഡ് ആണ്. അപ്പൊ 5 മിനിറ്റിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5 × 60 ചെയ്യുക കേട്ടോ. അപ്പൊ എത്ര വരും? 300 സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി അതിന്റെ പ്രവേഗം തന്നിട്ടുണ്ട് അല്ലേ? പ്രവേഗം എത്രയാണ് തന്നിരിക്കുന്നത്? പ്രവേഗം അതായത് ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗമാണ് തന്നിരിക്കുന്നത്. അതായത് v = എത്രയാണ്? 72 km/h കേട്ടോ. അതും ശ്രദ്ധിക്കണം. km/h ആണ്. നമ്മള് പ്രവേഗത്തിനൊക്കെ യൂണിറ്റ് m/s എന്നാ പഠിച്ചിട്ടുണ്ട്. അപ്പം km/h m/s നമ്മൾ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 72 × ഈ km/h നമ്മൾ m/s കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 5/18 ഓർത്ത് വെച്ചോളൂ കേട്ടോ. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കും, ദെൻ അവറിനെ നമ്മൾ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 5/18 എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. km/h m/s ആക്കാൻ എന്ത് ചെയ്താൽ മതി? 5/18 5/18 കൊണ്ട് ഗുണിക്കുക കേട്ടോ. അപ്പൊ ആയിക്കോളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇത് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് ചെയ്യണം, ക്യാൻസൽ ചെയ്യാമല്ലേ? 72ഉം 18ഉം ഒക്കെ അല്ലേ? 2 കൊണ്ട് പറ്റില്ല. ഇവിടെ 9 വരും. ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ 36 വരും അല്ലേ? 36 വരും. പിന്നെ പറ്റുമല്ലോ. 9ഉം 36ഉം കൂടെ വരുമ്പോൾ നമുക്കിവിടെ 4 പിന്നെയും വരും അല്ലേ? അപ്പം 4 × 5 എന്ന് പറയുമ്പോൾ 20 വരും കേട്ടോ. 20 m/s എന്ന് വരും. അതായത് അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 m/s ആയി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ത്വരണം ഇല്ലേ? ത്വരണം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സ്ഥാനാന്തരവും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ത്വരണം കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ടി ഉണ്ട്, വി ഒക്കെ ഉണ്ടല്ലോ, യു ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് v = u + at ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതിൽ നമുക്ക് മുമ്പ് ചെയ്തപോലെ തന്നെ v - u = at അല്ലെങ്കിൽ a = v - u/t കേട്ടോ. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പം ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ കിട്ടി 20 u 0. സമയം എത്രയാണ്? 300 അല്ലേ? 300 സെക്കൻഡ് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 / 300 വരും. ഇതാ ഇവിടെ ഈ 0 പോയി, 0 ക്യാൻസൽ ആയിട്ട് പോയി. 2/30 വരും. അതായത് 1/15 വരും അല്ലേ? 1/15 m/s². എന്താണ്? ആക്സിലറേഷൻ ഇല്ല. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കേട്ടോ. ത്വരണം കിട്ടി എത്രയാണ്?
1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ത്വരണം കിട്ടി ആദ്യത്തെ കേസ്. ഇനി എന്താണ് രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? സ്ഥാനാന്തരം കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? അതായത് എടുക്കാലോ, S=UT + ½ AT സ്ക്വയർ ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ. ആക്സിലറേഷൻ ഉണ്ട്, ത്വരണം ഉണ്ട് ഇല്ലേ? ത്വരണം ഉണ്ട്, വെലോസിറ്റി ഒക്കെ ഉണ്ടല്ലോ. ഫൈനൽ വെലോസിറ്റി നമുക്ക് മറ്റേ ഇക്വേഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. V² = U² + 2AS, അത് അപ്ലൈ ചെയ്യാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ഇക്വേഷൻ എടുക്കുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പൊ യു എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0 അല്ലേ? യു 0. അപ്പൊ U × 2 എന്ന് പറയുമ്പോൾ, U × T എന്ന് പറയുമ്പോൾ ഈ ടേം എന്തായിട്ട് മാറും? 0 മാറും ഇല്ലേ? അപ്പം പ്ലസ് 1/2 ത്വരണം നമുക്കിവിടെ 15 കിട്ടിയാണ്. അപ്പൊ 1/15 സമയം എത്രയാണ്? 300 സെക്കൻഡ് ആണ്. അപ്പൊ 300 × 300 വരും. 300 × 300 മനസ്സിലായല്ലോ? ഈ 2ഉം 300 കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വരും? 150 ഇവിടെ വരും. 150 15 150 കൂടെ ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ എത്ര വരും? പിന്നെ ഇവിടെ 10 വരും അല്ലെ? 10 വരും. പിന്നെ 10 × 300 ചെയ്ത് വെച്ചാൽ മതി. 10 × 300 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3000 മീറ്റർ. അപ്പം ഇവിടുത്തെ സ്ഥാനാന്തരം കിട്ടിയല്ലോ, 3000 മീറ്റർ എന്നും കിട്ടി. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പട്ടിക വിശകലനം ചെയ്ത് സമയപ്രവേഗ ഗ്രാഫ് വരയ്ക്കാനാണ്, പ്രവേഗ സമയ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഗ്രാഫിന്റെ വരച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയാൽ പട്ടിക വിശകലനം ചെയ്ത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം കേട്ടോ. സ്കെയിലൊക്കെ എഴുതണം, തോതൊക്കെ എഴുതണം. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 1 സെന്റിമീറ്റർ ഇവിടെ എത്രയാണ്? 2 സെക്കൻഡ് ആണ് എടുത്തിരിക്കുന്നത്. വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ഈ തോത് അല്ലെങ്കിൽ സ്കെയിൽ നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഗ്രാഫിൽ നിന്ന് ത്വരണമില്ലാത്ത സമയ ഇടവേള കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫിൽ നിന്ന് കേട്ടോ, ത്വരണമില്ലാത്ത സമയ ഇടവേള. ത്വരണമില്ലാത്ത സിറ്റുവേഷൻ ഏതാ? അതായത് സമപ്രവേഗത്തിലായിരിക്കുമ്പോഴല്ലേ? സമപ്രവേഗത്തിലായിരിക്കുന്ന സിറ്റുവേഷൻ ഏതാ? അതാ ഇവിടെ അല്ലേ? B തൊട്ട് C വരെ അല്ലേ? ഈ ഒരു സിറ്റുവേഷനിലാണ് അവിടെ ത്വരണം ഇല്ലാതിരിക്കുന്നത് അല്ലേ? അപ്പൊ ത്വരണമില്ലാതിരിക്കുന്ന സമയ ഇടവേള എത്രയാണ്? അത് നോക്കിയാൽ അതിന് താഴെയുള്ളത്, അതായത് 4 തൊട്ട് 8 സെക്കൻഡ് വരെ ഇല്ലേ? 4 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ 8 സെക്കൻഡ് വരെ ഇവിടെ ത്വരണമില്ല. അതിന് കാരണം എന്താണ്? സമപ്രവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് നമുക്ക് എന്ത് പറയാം? ഈ B മുതൽ C വരെ എന്ന് പറയാം അല്ലെ? B to C വരെ നമുക്ക് പറയാം. ഇനി മന്ദീകരണമുള്ള സമയ ഇടവേള. മന്ദീകരണം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രവേഗം അല്ലെ? പ്രവേഗം എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ ഏത് സിറ്റുവേഷനിലാണ്? ഈ സിറ്റുവേഷനിലാണ്. C മുതൽ D വരെ. അപ്പോൾ അവിടുത്തെ സമയം എത്രയാണ്? 8 മുതൽ 10 സെക്കൻഡ് വരെ അല്ലെ? 8 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ. അല്ലെങ്കിൽ നമുക്ക് പറയാം C2 അല്ലെ? C2D നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഈ 4ാമത്തെ സെക്കൻഡിനും 8ാമത്തെ സെക്കൻഡിനും ഇടയിലുള്ള സ്ഥാനാന്തരം കണ്ടെത്തുക. 4ാമത്തെ സെക്കൻഡും 8ാമത്തെ സെക്കൻഡും അല്ലേ? അപ്പൊ ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരത്തിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ്. അപ്പം ഇത്രയും ഇടവേളകളിലെ 4 തൊട്ട് 8 സെക്കൻഡ് വരെയുള്ള സ്ഥാനാന്തരമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ സ്ഥാനാന്തരം നമുക്ക് വെലോസിറ്റി സമയ ഗ്രാഫ് അല്ലെങ്കിൽ പ്രവേഗ സമയ ഗ്രാഫിൽ നമുക്ക് സ്ഥാനാന്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി ഇല്ല? അതിന്റെ ഇടയിലുള്ള പരപ്പളവ് ഇല്ല? അതിന്റെ ഇടയിലുള്ള അത്രയും ആ ഗ്രാഫിന്റെ താഴെയുള്ള പരപ്പളവ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇത്രത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇതെന്താണ്? റെക്ടാങ്കിൾ ആണ് അല്ലെ? റെക്ടാങ്കിളിന്റെ പരപ്പളവ് അവിടെ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ പോലെ? പരപ്പളവ് ഇല്ലേ? പരപ്പളവാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് ഏതിന്റെയാണ്? BC PQ ഇല്ലേ? BC PQ ന്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, BQ നോക്കിയേ, നീളം ഇൻറ്റു ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ CP എന്നുള്ള BQ എന്ന് എഴുതാം. BQ ഇൻറ്റു നീളം ഇൻറ്റു വീതി എന്നല്ലേ? BQ ഇൻറ്റു QP ആണ്. BQ എന്ന് പറഞ്ഞിരിക്കുന്നത് CP യോട് ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പം BQ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അത് 20 ആണ് വരുന്നത് അല്ലേ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി QP എന്ന് പറഞ്ഞാൽ ഇത്രമാണ്, സമയമാണ് വരുന്നത്. 8 - 4 സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 80 വരും അല്ലേ? 80 എവിടെ നോക്കി? യൂണിറ്റ് നോക്കണം കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് ആണ്. അപ്പം സെക്കൻഡും ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ എത്ര വരും? 80 മീറ്റർ. പരപ്പളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് 80 മീറ്റർ എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്.
80 മീറ്റർ എന്നവിടെ കിട്ടാൻ കാരണം എന്താണ്? നമുക്കറിയാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുമ്പം യൂണിറ്റ് മീറ്റർ സ്ക്വയറിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? പ്രവേഗ സമയ ഗ്രാഫ് അല്ലേ? പ്രവേഗ സമയ ഗ്രാഫ് ആയതുകൊണ്ട് കേട്ടോ, പ്രവേഗ സമയ ഗ്രാഫ് ആയതുകൊണ്ട് പരപ്പളവ് നമുക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത്? 80 മീറ്റർ. അതായത് സ്ഥാനാന്തരം അല്ലേ? ആലോചിച്ച് നോക്കുക, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് വരുന്നത്. പരപ്പളവ് നമുക്ക് നോർമലി നമുക്കറിയാം എന്താണ്? മീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഏതാണ് കണ്ടുപിടിക്കുന്നത്? സ്ഥാനാന്തരമാണ്. അപ്പൊ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? സ്ഥാനാന്തരം എത്രയാണ്? 80 മീറ്റർ എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫുകൾ ഇവിടെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സമയപ്രവേഗ ഗ്രാഫാണ്. ഏത് ഗ്രാഫിലാണ് വസ്തുവിന് സമത്വരണമുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. സമത്വരണമുള്ള ഏത് ഗ്രാഫിലാണ്? നമ്മൾ നേരത്തെ കണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നല്ലേ? സമത്വരണം ഉണ്ടായെങ്കിൽ പ്രവേഗം എങ്ങനെയാണ്? ക്രമമായി കൂടിക്കൊണ്ടിരിക്കണം അല്ലേ? അപ്പൊ ഏതാണ്? ഈ സെക്കൻഡ് ഇല്ലേ? സമത്വരണമുള്ളത് 2ാമത്തെ ഗ്രാഫിലാണ് സമത്വരണം. ഇനി സമപ്രവേഗമുള്ളതോ? കാണുമ്പോഴറിയാം. സമപ്രവേഗമുള്ളത് ആദ്യത്തെ ഗ്രാഫിലാണ് അല്ലേ? സമപ്രവേഗം ആദ്യത്തെ ഗ്രാഫിലാണ് ഉള്ളത്. ഇനി ത്വരണവും മന്ദീകരണവും ഉള്ളത്. ത്വരണം സംഭവിക്കുന്നുണ്ട് അല്ലെ? പ്രവേഗം ഇവിടെ കൂടിക്കൊണ്ട് ത്വരണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ്? പ്രവേഗം ഇവിടെ കുറയുന്നുണ്ട്. അപ്പം ത്വരണവും മന്ദീകരണവും ഉള്ളത് ഏതിലാണ്? 3ാമത്തെ ഗ്രാഫിലാണ്. മനസ്സിലായല്ലോ? അടുത്ത നോക്കാം. ഒരു വസ്തുവിന്റെ നേർരേഖാ ചലനവുമായി ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫ് നൽകിയിരിക്കുന്നു. നേർരേഖാ ചലനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിൽ ഏത് അവസരത്തിലാണ് വസ്തുവിന് ത്വരണമുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ത്വരണമുള്ളത് ഏത് അവസ്ഥയിലാണ് ത്വരണമുള്ളത്? ഇതാ നോക്കിയേ. ത്വരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? പ്രവേഗം കൂടിക്കൊണ്ടിരിക്കണം. സമയത്തനുസരിച്ച് പ്രവേഗം കൂടിക്കൊണ്ടിരിക്കും. ഇതാ ഇത് കണ്ടില്ലേ? ഇവിടം തൊട്ട് ഇല്ലേ? OA എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ അല്ലെ? ത്വരണമുള്ളത് എപ്പോഴൊക്കെയാണ്? OA എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷനിൽ ത്വരണമുണ്ട് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം BC എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷനിൽ ത്വരണമുണ്ട്. പക്ഷെ എങ്ങനെയാണ്? നെഗറ്റീവ് ആണ് ഇല്ല. OAയിൽ ത്വരണമുണ്ടെന്ന് പറയാം. ത്വരണമുണ്ട്. BCയിൽ ത്വരണമുണ്ട്. പക്ഷെ അത് പറയണം. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. BCയിലുണ്ട്. പക്ഷെ എങ്ങനെയാണ്? നെഗറ്റീവ് ത്വരണം. ത്വരണം ഉണ്ട്, അവിടെ നെഗറ്റീവ് ത്വരണമാണ്. ഈ സമപ്രവേഗമുള്ളത് കാണുമ്പോൾ അറിയില്ല. സമപ്രവേഗമുള്ളത് ഈ ഒരു ഏരിയയാണ്. അതായത് AB-യിലാണ് സമപ്രവേഗമുള്ളത്. ഇനി മന്ദീകരണമുള്ളത് അറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? മന്ദീകരണമുള്ളത് എവിടെയാണ്? BC-യിലാണ്. BC നെഗറ്റീവ് ത്വരണം അല്ലെങ്കിൽ മന്ദീകരണം ഉള്ളത് എവിടെയാണ്? BC-യിലാണ്. ക്ലിയറായാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? രാത്രിയിലും വെളിച്ചം കുറവുള്ള സമയത്തും കാൽനടക്കാർ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സുരക്ഷിതമല്ല എന്നറിയാമല്ലോ. നിങ്ങളുടെ സ്കൂളിൽ കടും നിറത്തിലുള്ള യൂണിഫോം തിരഞ്ഞെടുക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. ഈ തീരുമാനത്തോട് നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുക. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉത്തരം സാധൂകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം രാത്രി സമയങ്ങളിൽ വെളിച്ചം കുറവാണ് അല്ലെ? വെളിച്ചം കുറവായി കഴിഞ്ഞാൽ കടും നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആള് നടന്നു ഉണ്ടെന്നുള്ളത് അല്ലെ? അപ്പൊ എന്താണ്? അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കിയേ. മങ്ങിയ വെളിച്ചത്തിൽ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് റോഡരികിലൂടെ നടന്നു പോകുന്നവരെയും റോഡ് മുറിച്ചു കടക്കുന്നവരെയും മറ്റും ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാതെ വരാം. അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഈ സമയങ്ങളിൽ ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഉചിതം. ശരിയല്ലേ? രാത്രി സമയങ്ങളിലൊക്കെ ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ സാധിക്കും. കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അപകടങ്ങളൊക്കെ വരും. മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ആ ഇംഗ്ലീഷ് വേർഡും കൂടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടേം ഉണ്ടല്ലോ അതും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്